Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയോടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്ററിലെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 2 വെയിറ്റേജിൻ്റെ നമുക്ക് 7 ചോദ്യങ്ങളാണ്. അതിൽ 4 എണ്ണം എഴുതിയാൽ മതി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, 7 എണ്ണത്തിൽ 4 ചോദ്യങ്ങൾ കുറച്ച് സിമ്പിളും റിപ്പീറ്റ് ആയിരിക്കും. 3 എണ്ണം എന്തെങ്കിലും ടഫും അല്ലേ അധികം റിപ്പീറ്റ് അല്ലാത്ത പുതിയ ചോദ്യങ്ങളായിട്ടാണ് കണ്ടുവരാറ്. സോ മിക്ക പേപ്പറിലും കണ്ടുവരുന്ന ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് റിപ്പോനെ പറ്റിയിട്ട്, റിപ്പോ എന്താണ്, അതുപോലെ തന്നെ UTI, ഇതൊക്കെ റിപ്പീറ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഒരു സജഷനാണ് അണ്ടർ റൈറ്റിംഗ്. അണ്ടർ റൈറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ അണ്ടർ റൈറ്റിങ്ങിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, അതുപോലെ തന്നെ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. സോ ഇതിലേതെങ്കിലും ഒരു ചോദ്യം പലപ്പോഴും കണ്ടുവരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. അതാണ് ആദ്യത്തെ ഒരു സജഷൻ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, മ്യൂച്വൽ ഫണ്ട്, ഈസി, അതിനെപ്പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതിൻ്റെ ടൈപ്സിൽ ഏതെങ്കിലും വേണമെങ്കിലും എടുത്ത് ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സജഷനാണ് ബിറ്റ് കോയിൻ, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി. ഒരു 3-4 എണ്ണം ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ അത് നോക്കാം. ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസി റിപ്പീറ്റായിട്ട് വരുന്നത് പറഞ്ഞു. അതിൽ വേറെ 1-2 എണ്ണം കൂടി ഉണ്ട് ടോപ്പിക്കിൽ. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതൊന്ന് നോക്കിക്കോളൂ. ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആരാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ വരാറുണ്ട്. ദെൻ ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്താണ്, അതുപോലെ തന്നെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് IPO എന്താണ്, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, ഇതൊക്കെ എന്താണ് നോക്കിയിരിക്കണം. റിപ്പീറ്റ് ചോദ്യങ്ങളാണ് ഇതൊക്കെ. ദെൻ നെക്സ്റ്റ് ആർബിട്രേജ് എന്താണ്, സ്പെക്യുലേഷൻ എന്താണ്. ആർബിട്രേജ്, സ്പെക്യുലേഷൻ ഇതിലേതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ഈ പറയുന്ന പാർട്ടിസിപ്പൻസിൽ ഏതെങ്കിലും അങ്ങനെയും എടുത്ത് ചോദിക്കാം. ആർബിട്രേജേഴ്സ്, സ്പെക്യുലേറ്റേഴ്സ് അങ്ങനെയും ചോദിക്കുക കേട്ടോ. നിർബന്ധമായും പഠിച്ചിരിക്കണം സ്പെക്യുലേഷൻ. അല്ലെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ ഡെറിവേറ്റീവ് പറഞ്ഞോ, അതിൻ്റെ കൂടെ അതും കൂടി പറയാം. ഡെറിവേറ്റീവ്സ് എന്താണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, റീമെറ്റീരിയലൈസേഷൻ എന്താണ്, അതുപോലെ തന്നെ ഡീമെറ്റീരിയലൈസേഷൻ എന്താണ് പ്രതീക്ഷിക്കുന്നതാണ്.
ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു റിപ്പീറ്റായിട്ട് കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ് കമ്മോഡിറ്റി മാർക്കറ്റിനെ പറ്റിയിട്ടുള്ളത്. എന്താണ് കമ്മോഡിറ്റി മാർക്കറ്റ്? നിർബന്ധമായി നോക്കേണ്ടതാണ്. കമ്മോഡിറ്റി മാർക്കറ്റ് എന്താണ്? അതുപോലെ തന്നെ ഡെറ്റ് മാർക്കറ്റ് എന്താണ്? ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ്? ബുക്ക് ബിൽഡിംഗ് എന്താണ്? അതുപോലെ തന്നെ ബുക്ക് റണ്ണേഴ്സ് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ മറ്റൊരു സജഷൻ നമുക്ക് ഡെറിവേറ്റീവ്സിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്വാപ്സ്, ഓപ്ഷൻസ്, ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു സജഷൻ അതാണ്. ദെൻ നെക്സ്റ്റ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആരാണ്? അതിൽ ഈ ഡിപ്പോസിറ്ററിയിൽ തന്നെ പലതരത്തിലുള്ളതല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ADR, അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ്, GDR മറ്റൊരു ചോദ്യം, അതുപോലെ തന്നെ IDR, പിന്നെ ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോൺസ് FCCB. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 വെയിറ്റേജിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസാണ് ഇപ്പം നൽകിയത്. ഇതിൽ നിങ്ങൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഒരു പാറ്റേൺ വരുന്നത് പലപ്പോഴും ഈ പറയുന്ന ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസി അങ്ങനത്തെ ടൈപ്പില്ലേ, അതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം, ഫിനാൻഷ്യൽ, കമ്മോഡിറ്റി, ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, അങ്ങനെ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം. ഡെറിവേറ്റീവ്സ് എന്താണ്? ഡെറിവേറ്റീവ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. അതിൻ്റെ പാർട്ടിസിപ്പൻസ്, ആർബിട്രേജ്, സ്പെക്കുലേഷൻ, ഈ ഫോർവേഡ്, സ്വാപ്പ്, ഫീച്ചേഴ്സ്. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, ADR, GDR, IDR, FCCB അങ്ങനെ. അപ്പോൾ ഒരു 4 എണ്ണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നോക്കുക. ആ ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതലൊന്ന് മാറ്റി അവരിടാറ്. IPO ഓക്കെ, ഒരു 4 എണ്ണം കിട്ടും. ഇതിൽ നിന്ന് ഒരുപാടുണ്ട് നോക്കാൻ. അതിൽ ഏറ്റവും ഷോർട്ടാക്കിയിട്ട് കുറച്ച് സജഷൻസാണ് നമ്മളിപ്പോൾ നൽകിയത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് സജഷൻസ് എണ്ണം ഇതാണ്, പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും 4 എണ്ണം കിട്ടാതിരിക്കില്ല. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും വരുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.